അപ്പം നമ്മൾ ഡിഡക്ഷൻ അലൗഡ് ടു എൻ ആർ ഐ ആൻഡ് ഡിഡക്ഷൻ നോട്ട് അലൗഡ് ടു എൻ ആർ ഐ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഡിഡക്ഷൻ അലൗഡ് ടു എൻ ആർ ഐ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഇവിടെ മാക്സിമം ഡിഡക്ഷൻ അലൗ ചെയ്തിരിക്കുന്നത് 1,50,000 ആണ്. ഇനി ഈ ഡിഡക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്സ് ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ്സ്, അതായത് എൻ ആർ ഐക്ക് വേണ്ടിയിട്ടോ എൻ ആർ ഐൻ്റെ സ്പൗസിന് വേണ്ടിയിട്ടോ, സ്പൗസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഓർ വൈഫിനെയാണ് സ്പൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ ആർ ഐക്ക് വേണ്ടിയിട്ടോ എൻ ആർ ഐൻ്റെ സ്പൗസിന് വേണ്ടിയിട്ടോ എൻ ആർ ഐൻ്റെ ചൈൽഡിൻ്റെ നെയിമിലോ എന്തെങ്കിലും പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. പിന്നെ ട്യൂഷൻ ഫീ പേയ്മെൻ്റ് ആണ്. എൻ ആർ ഐൻ്റെ ചൈൽഡിന് വേണ്ടിയിട്ട് സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ എന്തെങ്കിലും ട്യൂഷൻ ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. ഈ സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആവണം. പിന്നെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ഹോം ലോൺസ് ആണ്. അതായത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ മുകളിലും ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നീ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജസോ രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പെൻസസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഈ ഡിഡക്ഷൻ്റെ അണ്ടറിൽ അലൗബിൾ ആണ്. അടുത്ത യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻ ആണ്. എൻ ആർ ഐ ഉലിപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ആർ ഐക്ക് രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻഷുറൻസ് ബെനിഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റും ലഭിക്കും. അപ്പോൾ എൻ ആർ ഐക്ക് വേണ്ടിയിട്ടോ എൻ ആർ ഐൻ്റെ സ്പൗസിന് വേണ്ടിയിട്ടോ എൻ ആർ ഐൻ്റെ ചിൽഡ്രന് വേണ്ടിയിട്ടോ ഈ ഒരു യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഇതിൻ്റെ ഒരു ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. പിന്നെ ഇക്വിറ്റി ലിങ്ക് ടാക്സ് സേവിങ് സ്കീമാണ്. ഇതിലും എൻ ആർ ഐസ് ഇക്വിറ്റി ലിങ്ക് ടാക്സ് സേവിങ് സ്കീം പോളിസി എടുത്തിട്ടുണ്ടെങ്കിലും എൻ ആർ ഐസിന് ഡിഡക്ഷൻ അലൗബിൾ ആണ്. നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D ആണ്. 80D എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഫോർ പ്രീമിയം പെയ്ഡ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് എൻ ആർ ഐക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരൻസിന് വേണ്ടിയിട്ടോ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. പിന്നെ ഇതിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിൽ വരുന്ന 3 പോസിബിൾ സിറ്റുവേഷൻസും അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ അവരുടെ ഡിഡക്ഷൻ അലൗഡ് 25,000. പാരൻസ് ബിലോ 60 years 25,000 ഡിഡക്ഷൻ അലൗഡ്. അവരുടെ ടോട്ടൽ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സിറ്റുവേഷൻ സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ബിലോ 60 അവിടെ ഡിഡക്ഷൻ അലൗഡ് 25,000 ആണ്. പാരൻസ് എബോവ് 60 30,000 ആണ്. ടോട്ടൽ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 55,000 ആണ്. പിന്നെ തേർഡ് സിറ്റുവേഷൻ സെൽഫ്, സ്പൗസ് എബോവ് 60 ആൻഡ് ചിൽഡ്രൻ ഡിഡക്ഷൻ അലൗഡ് 30,000 രൂപയാണ്. പാരൻസ് എബോവ് 60 ആണെങ്കിൽ 30,000 രൂപയാണ് ഡിഡക്ഷൻ അലൗഡ് ആവുക. അവിടെ ടോട്ടൽ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇനി നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഇത് ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ആൻ എഡ്യൂക്കേഷൻ ലോൺ ആണ്. ഇവിടെ എൻ ആർ ഐൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ ആർ ഐൻ്റെ സ്പൗസിൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ ആർ ഐൻ്റെ ചിൽഡ്രൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ ആർ ഐ ലീഗൽ ഗാർഡിനായി നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ സെക്ഷൻ പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. ഈ ഒരു കേസിൽ ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസിൽ എമൗണ്ട് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു ഡിഡക്ഷൻ അവൈലബിൾ എന്ന് പറയുന്നത് 8 years ആണ്. മാക്സിമം 8 years അല്ലെങ്കിൽ ടിൽ ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ഡിഡക്ഷൻ അവൈലബിൾ പീരീഡ് എന്ന് പറയുന്നത്. മാക്സിമം 8 years അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് വരെ. പിന്നെ ഈ ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് സമയത്ത് ഡിഡക്ഷൻസ് അലൗബിൾ അല്ല. ഈ ലോൺ റീപേ ചെയ്യുന്ന സമയത്ത് ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. അപ്പോൾ ഇവിടെ പറഞ്ഞ എലിജിബിൾ ഡൊണേഷൻസ്, അതായത് എൻ ആർ ഐസ് എന്തെങ്കിലും ഡൊണേഷൻസ് എലിജിബിൾ ആയിട്ടുള്ള ഡൊണേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ അലൗബിൾ ആണ്. ഇനി നെക്സ്റ്റ് എൻ ആർ ഐ ടാക്സ് സ്ലാബ്സ് ഓഫ് എൻ ആർ ഐ ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-2021. ഈ റെസിഡൻറ്റിൻ്റെ കേസിൽ ഈ ടാക്സ് റേറ്റ്സ് കൊടുക്കുന്നത് ആ ഒരു ഇൻഡിവിജ്വൽസിനെ 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടാണ്. പക്ഷേ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അതായത് ബിലോ 60 years, എബോവ് 60 to 80 years, എബോവ് 80 years അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല, ഏജ് ക്ലാസിഫിക്കേഷൻ ഇല്ല. എല്ലാവർക്കും ഒരേപോലെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്.
അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് ലാബറേറ്റോട് തന്നിരിക്കുന്നത് ഇവിടെ ടാക്സബിൾ ഇൻകം തന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് റേറ്റ്സ് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ സെസ് തന്നിട്ടുണ്ട്, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സബിൾ ഇൻകം അപ് ടു 2,50,000 ഇൻകം ടാക്സ് റേറ്റ് നില്ലാണ്. പിന്നെ 2,50,000 ടു 5 lakh എന്ന് പറയുന്ന ടാക്സ് റേറ്റ് 10% ആണ്. പിന്നെ 5 lakh ടു 10 lakh എന്ന് പറയുന്നത് 20%, എബൌട്ട് 10 lakh എന്ന് പറഞ്ഞാൽ 30% ആണ്. ഫസ്റ്റ് കേസിൽ, അതായത് അപ് ടു 2,50,000 എഡ്യൂക്കേഷൻ സെസ്സും സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും നില്ലാണ്. പിന്നെ 2 lakh, പിന്നെ വരുന്ന 3 കേസിലും 3 ടാക്സബിൾ ഇൻകത്തിൻ്റെ കേസിലും എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 2%, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 1% ആണ്. പിന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ടാക്സ് റേറ്റിൻ്റെ. അതിൽ ഇൻകം റേഞ്ച്, ടാക്സ് റേറ്റ്, ഹെൽത്ത് സെസ്, എഡ്യൂക്കേഷൻ സെസ്, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ ഫസ്റ്റ് ഇൻകം അപ് ടു ₹2,50,000 നില്ലാണ്. പിന്നെ ₹2,50,000 ആൻഡ് 1 to 5 lakh 5% ആണ്. 5 lakh ആൻഡ് 1 to 10 lakh വരെ 20% ആണ്. എബൌട്ട് 10 lakh ആകുമ്പോൾ 30% ആണ്. ഈ ഒരു ഇൻകം റേഞ്ചിൻ്റെ കേസിലും അപ് ടു 2,50,000 വരെ ഹെൽത്ത് സെസ്സും എഡ്യൂക്കേഷൻ സെസ്സും സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും നില്ലാണ്. പിന്നെ വരുന്ന 3 ഇൻകം റേഞ്ചിൻ്റെ കേസിലും ഹെൽത്ത് സെസ് 1%, എഡ്യൂക്കേഷൻ സെസ് 2%, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 1% ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ റിബേറ്റ് ലെസ് ചെയ്യണം, പിന്നെ സർചാർജ് ആഡ് ചെയ്യണം. സർചാർജിൻ്റെ ഒപ്പം തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യണം. ഇനി സർചാർജിൻ്റെ റേറ്റ് ഫോർ NRIs ആണ്. അതിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 lakh ടു 1 crore ആണെങ്കിൽ സർചാർജ് റേറ്റ് 10%. പിന്നെ ടോട്ടൽ ഇൻകം 1 crore ടു 2 crore ആണെങ്കിൽ 15% സർചാർജ് റേറ്റ്. ടോട്ടൽ ഇൻകം 2 crore ടു 5 crore ആണെങ്കിൽ 25% സർചാർജ് റേറ്റ്. പിന്നെ ടോട്ടൽ ഇൻകം 5 crore ആണെങ്കിൽ, ടോട്ടൽ ഇൻകം 5 crore മുകളിലൊക്കെ ആവുകയാണെങ്കിൽ 37% ആണ് സർചാർജ്. അതേപോലെ സർചാർജ് ഈസ് സബ്ജക്ട് ടു മാർജിനൽ റിലീഫ് ഈസ് ആപ്ലിക്കബിൾ ഓൺ ദി ഇൻകം ഓഫ് എൻ NRI ആസ് വെൽ. അതായത് NRIസിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണെങ്കിലും സർചാർജ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ആണ്. ഇവിടെ റിബേറ്റ് എന്ന് പറയുന്നത് മാക്സിമം 12,500 വരെ റിബേറ്റ് നോൺ റെസിഡൻറ്റിന് അലൗഡ് അല്ല. മാക്സിമം 12,500 വരെ അലൗഡ് അല്ല. നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണ്. ബെനിഫിറ്റ് ഓഫ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇവിടെ നോൺ റെസിഡൻറ്റിനും ബേസിക് എക്സംഷൻ ലിമിറ്റായ 2,50,000 അലവബിൾ ആണ്. ബേസിക് എക്സംഷൻ ലിമിറ്റായ 2,50,000 അലവബിൾ ആണ്. പിന്നെ സെക്കൻഡ് കേസിൽ പറയുന്നത് ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കൺസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് അവിടെ അവൈലബിൾ അല്ല. ഈ ടോട്ടൽ ഇൻകം ഇൻ ഇന്ത്യയിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് അവിടെ അവൈലബിൾ അല്ല. നെക്സ്റ്റ്, വെൻ ഈസ് ആൻ NRI റിക്വയർഡ് ടു ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ? എപ്പോഴാണ് ഒരു NRI ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നാണ്. NRIs എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്ന് വിചാരിച്ചാൽ അവരുടെ ഇന്ത്യയിൽ വരുന്ന അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ NRIs ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറയുന്നത് NRIസിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80 ഡിഡക്ഷൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2,50,000 മുകളിലാണെങ്കിൽ ഒന്ന്. സെക്കൻഡ് പറയുമ്പോൾ NRIs ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും റീഫണ്ട് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ തേർഡ് പറയുമ്പോൾ NRIസിന് ക്യാരി ഫോർവേഡ് ലോസസിൻ്റെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു 3 കേസിലാണ് NRIs ഇൻകം ടാക്സ് റിട്ടേൺസ് ഇന്ത്യയിൽ ഫയൽ ചെയ്യുക. ഇനി നെക്സ്റ്റ്, ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്സ് ആണ്. ഫസ്റ്റ് പറയുന്നത്, ഇതിലും 2 കേസ് പറയുന്നുണ്ട്. ഒരു കേസ് പറയുന്നത് എന്താ വെച്ചാൽ 31st July ഓഫ് ദി അസസ്മെൻറ്റ് ഇയർ ആണ് ഡ്യൂ ഡേറ്റ്. 31st July ഓഫ് ദി അസസ്മെൻറ്റ് ഇയർ ആണ് ഡ്യൂ ഡേറ്റ്. പിന്നെ പറയുന്നത് NRI ഒരു ഫേമിലെ വർക്കിംഗ് പാർട്ട്ണർ ആണെങ്കിൽ അവിടെ NRIൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ NRIൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 13th September ആയിരിക്കും.
അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് 31st ജൂലൈ ഓഫ് ദി അസസ്മെൻറ്റ് ഇയറും സെക്കൻഡ് കേസിൽ പറഞ്ഞത് NRI ഒരു ഫേമിൽ വർക്കിംഗ് പാർട്ട്ണർ ആണെങ്കിൽ NRIൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 13th സെപ്റ്റംബർ ആണ്. ഇനി നെക്സ്റ്റ് ഇൻകം ടാക്സ് വെരിഫിക്കേഷൻ ആണ്. ഇൻകം ടാക്സ് വെരിഫിക്കേഷനെ ITRV എന്ന റെഫർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻഡ് ചെയ്യുന്ന ഒരു അക്നോളജ്മെൻ്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെരിഫിക്കേഷൻ ഒരു ടൈം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്ത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് സെൻഡ് ചെയ്യണം റിട്ടേൺ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഇ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സിന് ITRV റെസിപ്റ്റ്സ് ഓൺലൈനായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ITRVൻ്റെ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് പാൻ എൻ്റർ ചെയ്യണം. അതേപോലെ തന്നെ ഇ ഫയലിംഗ് ഇൻകം ടാക്സ് അക്നോളജ്മെൻറ്റ് നമ്പറും അസസ്മെൻറ്റ് ഇയറും എൻ്റർ ചെയ്യണം. പിന്നെ പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് ഈ ITRV റിസീവ്ഡ് ആയി കഴിഞ്ഞാൽ യൂസർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്ററിൽ ITRV റിസീവ് ചെയ്ത് കഴിഞ്ഞാലും യൂസർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഇഗ്നോറൻസ്, അതായത് ITR ഫയൽ ചെയ്യാൻ എന്തെങ്കിലും ഇഗ്നോർ ചെയ്യുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ടാക്സ് റീഫണ്ട്സ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വാട്ട് ഈസ് CPC ഇൻ IT? അപ്പോൾ ഇൻകം ടാക്സിൽ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണ്. അതിൻ്റെ എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് ഈ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് സെൻഡ് ചെയ്യണം. ഈ ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ബർത്ത് ഡേറ്റും പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറും കമ്പൈൻ ചെയ്തതായിരിക്കും. ഇനി വെരിഫൈയിങ് ദി ഇൻകം ടാക്സ് റിട്ടേൺ ഇതിൽ പറയുന്ന ആദ്യം നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇൻകം ടാക്സ് റിട്ടേൺസ് വെരിഫൈ ചെയ്യേണ്ടത്. അതൊന്നല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. 2 മെത്തേഡ്സ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺസ് വെരിഫൈ ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് വെരിഫിക്കേഷനും പിന്നെ നോൺ ഇലക്ട്രോണിക് വെരിഫിക്കേഷനും ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക് വെരിഫിക്കേഷനിൽ നമ്മൾ ഒഫീഷ്യൽ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് മെയിൻ മെനുവിൽ വെരിഫൈ റിട്ടേൺസ് എന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യുക. വെരിഫൈങ് റിട്ടേൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ പറയുന്ന ആധാർ കാർഡ് പാനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു OTP ജനറേറ്റ് ചെയ്യും. ആ OTP നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരിക. ആ OTP യൂസ് ചെയ്തിട്ട് ഫയൽ വാലിഡേറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. നമ്മൾ ITR വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡും യൂസ് ചെയ്യാം. ഈ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്കോ ടാക്സ് പേയേഴ്സിൻ്റെ ഇമെയിൽ IDയിലേക്കോ ആയിരിക്കും വരിക. പിന്നെ ടാക്സ് പേയേഴ്സിൻ്റെ ആനുവൽ ഇൻകം 5 ലക്ഷത്തിൻ്റെ മുകളിൽ ആനുവൽ ഇൻകം വരുന്ന ടാക്സ് പേയേഴ്സിനാണ് EVC മെത്തേഡ് യൂസ് ചെയ്തിട്ട് ITR വെരിഫൈ ചെയ്യാൻ പറ്റുക. ഇനി സെക്കൻഡ്, അതായത് നോൺ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഇതിൽ ITRV ഫോം സൈൻ ചെയ്ത കോപ്പി സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് മെയിൽ ചെയ്യണം. ഇത് സ്പീഡ് പോസ്റ്റിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫയലിംഗ് ചെയ്തത് തൊട്ടുള്ള 120 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും, അതായത് ITRV വെരിഫൈ ചെയ്യാനോ ഡിസ്പാച്ച് ചെയ്യാനോ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീഫോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പിന്നെ ITRൻ്റെ ഫർദർ പ്രോസസ്സിംഗ് അവിടെ കംപ്ലീറ്റ് ആവില്ല. ഇനി നെക്സ്റ്റ്, ട്രാക്കിംഗ് ദ ITRV റെസീപ്റ്റ് സ്റ്റാറ്റസ്. ഇതിൽ പറയുന്ന ടാക്സ് പേയേഴ്സ് ITR വെരിഫിക്കേഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്റ്റാറ്റസ് റെഗുലർ ആയിട്ട് ട്രാക്ക് ചെയ്യണം.
അതായത് ഈ ITRV ഫയൽ നമ്മൾ പോസ്റ്റൽ വഴിയാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു പോസ്റ്റൽ ലോസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറ്റസ് റെഗുലർ ആയിട്ട് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കത് മിസ്സായി പോകും. അതുകൊണ്ട് ITRV ഫയലിൻ്റെ സ്റ്റാറ്റസ് റെഗുലർ ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നത് ഈ ഒരു ITRV ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മന്തിന് ശേഷം ഒരു ഇമെയിൽ നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID വരും. ഇനി ITRV ഫോം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ വെരിഫൈഡ് ഇമെയിൽ ID ഒരു അക്നോളജ്മെൻറ്റ് ഇമെയിൽ സെൻഡ് ചെയ്യും. ആ ഒരു ഇമെയിൽ മേ ബി നമ്മുടെ സ്പാം ഫോൾഡറിലും ആവാൻ കിടക്കാം. അപ്പോൾ മെയിൽസ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കണം. പിന്നെ പറയുന്നത് പാൻ യൂസ് ചെയ്തിട്ട്, അതായത് ഫയലിംഗ് വെബ്സൈറ്റിൽ പാൻ നമ്പർ, ഇയർ ഓഫ് അസസ്മെൻറ്റ്, ഫയലിംഗ് അക്നോളജ്മെൻറ്റ് നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് CPC ബാംഗ്ലൂരിലേക്ക് അവർ നൽകുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഡോക്യുമെൻറ്റ്സ് ടു ബി റീറ്റെയിൻഡ് ആസ് പ്രൂഫ്. അതായത് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ട പ്രൂഫ്, അതായത് ഫർദർ പ്രൊസീഡിങ്സിന് എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇൻകം ടാക്സ് റെക്കോർഡ്സ് റീറ്റെയിൻ ചെയ്യേണ്ട ഇൻകം ടാക്സ് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കാരണം ഇവിടെ പറയുന്നത് ഇൻകം ടാക്സ് റെക്കോർഡ്സ് 7 ഇയേഴ്സ് വരെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇൻകം ടാക്സ് റെക്കോർഡ്സ് സേഫ് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. 7 ഇയേഴ്സ് വരെ ഡോക്യുമെൻറ്റ്സ് സേഫ് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ലീഗൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് സേഫ് കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫയൽഡ് ITR അലോങ് വിത്ത് ITRV, പിന്നെ ഫോം 16 ആണ്. ഫോം 16 എന്ന് പറയുന്നത് സാലറിയിൽ നിന്നും ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16 എന്ന് പറയുന്നത്. പിന്നെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ ഫോം 16A, ഫോം 16A. ഫോം 16A എന്ന് പറയുന്നത് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫോമാണ് ടാക്സ് ഡിഡക്ട് ചെയ്തതിന് ശേഷം. പിന്നെ ഫോം 12B എന്ന് പറയുന്നത് ഒരു എംപ്ലോയി വേറൊരു ന്യൂ എംപ്ലോയറിൻ്റെ അടിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഫോം 12B. പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടാക്സ് എക്സെംഷൻ, കോപ്പി ഓഫ് ചലാൻ ഫോർ ടാക്സ് പെയ്ഡ്, ഗിഫ്റ്റ് ഡീഡ്സ്, പിന്നെ ഇൻറ്റിമേഷൻ ഫ്രം ദി IT ഡിപ്പാർട്ട്മെൻറ്റ്, ഇമെയിൽ കോപ്പി ആൻഡ് പ്രിൻ്റ് ഔട്ട് ഓർ ഫോട്ടോ കോപ്പി ഓഫ് ദി സെയിം. അപ്പോൾ ഇത്ര ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് ആണ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഇൻകം ടാക്സ് റീഫണ്ട് സ്റ്റാറ്റസ് ആണ്. ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പേ ചെയ്യേണ്ട ടാക്സിനെക്കാട്ടും കൂടുതലായിട്ട് ടാക്സ് പേ ചെയ്യുമ്പോൾ അവിടെ എറൈസ് ചെയ്യുന്നതാണ് റീഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ റീഫണ്ട് കാൽക്കുലേഷൻ പറയുന്നുണ്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഫോർ ദി ഇയർ. അതിൽ അഡ്വാൻസ് ടാക്സ്, TDS, TCS, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഫോർ ദി ഇയർ മൈനസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ഫോർ ദി ഇയർ. Total amount of tax paid for the year minus total amount of tax payable for the year. Next, how to claim income tax refund. നമുക്ക് എങ്ങനെയാണ് ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നാണ്. അപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിട്ടൺ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ആ റിട്ടൺ പ്രൂഫിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡിഡക്ഷൻ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഓൺലൈനായിട്ട് ഫയൽ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ്, what are the different ways in which refund is issued by the department? ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ 2 വേസിലാണ് റീഫണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ RTGS ഓർ NECS. RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. ഇതൊരു ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ്. NECS എന്ന് പറയുന്നത് നാഷണൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് ഹൗസ്. ഇത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ RTGS അല്ലെങ്കിൽ NECSലൂടെ ഈ റീഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു ഫാസ്റ്റസ്റ്റ് ഫെസിലിറ്റി ആണ്. ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റഡ് ആവും. ഇത് ടൈം സേവിംഗ് ആണ്. പിന്നെ പേപ്പർ ചെക്ക്,
അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട് പേ ചെക്ക് ഇഷ്യൂ ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി ഒരു പോർഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത്, അതായത് മാർച്ച് 1, 2019 തൊട്ട് ഈ ITR റീഫണ്ട് ക്ലെയിം ചെയ്യുന്ന പ്രോസസ്സിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ഈ ഇൻകം ടാക്സ് റീഫണ്ട് റിസീവ് ചെയ്യുന്നത്, ആ ബാങ്ക് അക്കൗണ്ടും പാനും തമ്മിൽ ലിങ്ക് ചെയ്യണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഓക്കെ.